ബഷീറിന്റെ നഷ്ടപ്രണയത്തിന്റെയും ജയിൽ ജീവിതത്തിന്റെയും നേർചിത്രം മതിലുകൾ എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരം ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഓ, എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിക്കണേ. ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തി കയറുന്നത്? നാണമില്ലേ? ചുമ്മാ ഇവിടെല്ലാം ഇറങ്ങി നടക്കണടേ. അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, ബഷീറേ. ഓ, ദൈവത്തിനെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോകുകയാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ? ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട്. ഞാനിത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്കിടും. വരുവോ? വരും. എന്റെ ദൈവമേ. എന്താ നാരായണി? എനിക്ക് കരയാൻ തോന്നുന്നു. കാരണം എന്ത്? അറിഞ്ഞുകൂടാ. നാരായണി പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്കക്കമ്പിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാ വരുവോ? വരും.
ഒരിക്കലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീയേ ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോളാ. നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. എന്റെ പുന്നാര ആനേ, ഇതാണ് ഭാഗ്യമാർഗ്. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാനി. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ട അയിമക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂടെ കല്യാണം നടക്കും. ഓള് ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോളാ. പിന്നെ അന്റെ ബാപ്പ എന്നെ കെട്ടാൻ വന്നത് അയിന്റെ പുറത്ത് കേറിയിട്ടാ. ദാ ബാപ്പ വരുന്നുണ്ട്. പത്തിരി ഒന്ന് ചുട്ടൂടെ? ബാപ്പ കാത്തിരിക്കുന്നു. എന്തെങ്കിലും ഒരു പണി ചെയ്. പെണ്ണായി പറഞ്ഞ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാനേ ആനമക്കാരിന്റെ പുന്നാര മോളാ. നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. എടി ആ നാവൊന്ന് അടക്ക. ഇല്ലീല് മൂക്കില് വലിച്ചു കയറ്റുവോ? ഞാനേ ആനമക്കാരിന്റെ പുന്നാര മോളാ. എനിക്ക് ലൈനസ് ഉണ്ട്. എന്റെ പൊന്നുമ്മ ഒന്ന് ചുമ്മാ ഇരി. സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധൂസേ. സുന്ദരി എന്ന് പറയണം. ആട്ടെ പേരെന്താ? കുഞ്ഞിപ്പാത്തു. എന്നെ എന്തിനാ ബുദ്ധൂസേന്ന് വിളിച്ചണേ? ബുദ്ധൂസേ അങ്ങനെയല്ല, എന്നെ എന്തിനാ ബുദ്ധൂസേ എന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കണം. എന്ന് ചോദിച്ചാൽ പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധൂസ്. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. നിന്നെ ഏത് ജാതിയാ? മുസ്ലിം. ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ്. അല്ല ബുദ്ധൂസേ, നിനക്ക് ആന ഉണ്ടായിരുന്നോ? ഇല്ല. എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കൂലിക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇതാ ഈ കടലാസിൽ എന്താ എഴുതിയതെന്ന് നോക്കിക്കേ. ഇതൊന്ന് വായിച്ചേ. അനക്കറിഞ്ഞൂടാ, എഴുത്തും വായനയും പഠിച്ചില്ല. ഞാൻ പോണു, പിന്നെ വരാം. ബാപ്പാ ബാപ്പാ, എന്നാ അന്നെ എഴുത്ത് പഠിപ്പിക്കാഞ്ഞേ? ഓ, എഴുത്ത് പഠിപ്പിച്ചിട്ട് അന്നെ കാഫിറാക്കാത്ത എന്താ നീ ചോദിക്കണത്? ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കരുത്, പറയുന്നത് അനുസരിക്കുക മാത്രം. ഇന്നു മുതൽ ഞാൻ നിന്റെ ഗുരുനാഥയാണ്. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. വാ കൊണ്ട് തുടങ്ങുന്ന വാക്കു പറയൂ. ബൈ. ബുദ്ധൂസേ, വഴി എന്ന് പറയണം. മറ്റൊന്ന് പറയൂ. ബയുതനങ്ങ. എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. ആണോ? അന്ധവിശ്വാസം തഴച്ചു വളരുന്ന വളക്കൂറുള്ള മണ്ണാണ് നിരക്ഷരത. അത് സമൂഹത്തെ ഇരുട്ടിലാഴ്ത്തുന്നു. കുഞ്ഞിപ്പാത്തുമ്മ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലൂടെ നടന്നു നീങ്ങട്ടെ. ജമീല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ദേ ഒന്ന് നിക്കീന്ന്. ഈ പാല് കുടിച്ചിട്ട് പോയാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജമീല, വേലക്കാരന്റെ കാര്യാണെങ്കില് ഞാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി? ഓ, BA വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി. ജമീല, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്ക്. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. ശരിയായത് തന്നെ. ഞാനേ അത് പറയാനല്ല വന്നത്. പിന്നെ? എനിക്കൊരു പൂതി.
നിങ്ങളത് സാധിച്ചു തരൂ? ജമീല, അന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചു തരും. സ്വർണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തരണോ എന്റെ മുത്തിന്? എന്റെ പൊന്നേ, അതൊന്നും വേണ്ട. എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊത്ത്. പൂവമ്പഴോ? അനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരണ്ട. അതൊന്നും വേണ്ട. എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടത്തെ അങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂതി നമ്മൾ ഇന്ന് സാധിച്ചു തരുന്നുണ്ട്. ദേ അവിടെ ഇവിടെ കറങ്ങി നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ടട്ടോ. നേരം പാതിരായല്ലോ. പുള്ളിക്കാരനിത് എവിടെ പോയി കിടക്ക? പകല് മുഴുവൻ ഓരോ ജോലിയാ. എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ? റബ്ബേ, എന്റെ ഒരു തലേവിധി. വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവിളീ കിടന്നുറങ്ങണത്. ജമീല, ജമീല. എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താണ് ഈ കൊലത്തില്? ആകെ നനഞ്ഞിട്ടുണ്ടല്ല. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല, ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ്. ഇജ്ജൊറ്റക്കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തിങ്ങ് പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൊറേ ബുദ്ധിമുട്ടി. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ പിടുത്തം വിട്ടില്ല. ദാ കഴിച്ചോളി. ഹായ്, പൂവമ്പഴം. ഇതെന്താ ഇത്? ഓറഞ്ച്. പൂവമ്പഴത്തേക്കാൾ നല്ലതാ. എനിക്ക് വേണ്ട. പാതിര വരെ എവിടെങ്ങാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നോട പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്നും പണമൊന്നല്ലല്ലോ, 2 പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനൊന്നും പറയല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങള് കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി. ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഇജ്ജ് പിണങ്ങല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില്. തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി. ഞാൻ ഉറങ്ങാൻ പോണ്.
എന്റെ മഹാറാണി ഇങ്ങോട്ടൊന്ന് നീങ്ങിയെന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കട്ടെ നമുക്കേ. അതെടുക്കടി. എടുക്കാനല്ലേ പറഞ്ഞത്? തിന്നടി തിന്നടി. അങ്ങനല്ല, തൊലി ഒലിച്ച് സാവധാനം തിന്നടി. എന്നെ തല്ലല്ലേ. ഞാൻ ആരാടി? അബ്ദുൽ ഖാദർ സാഹിബ്. നിന്റെ ആരാടി? എന്റെ കെട്ടിയവൻ. എന്താ നീ തിന്നണേ? ഓറഞ്ച്. അടി. വേണ്ട, അടിക്കണ്ട. ഇത് പൂവമ്പഴ. നിനക്കിവിടെ വേലക്കാരി വേണോടി? വേണ്ട, ഇവിടെ എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ. എന്നെ തല്ലു ഇനി. എന്താ നീ തിന്നണെന്ന് ഒന്നും കൂടി പറഞ്ഞേ. പൂവമ്പഴം. എന്റെ മുത്തേ. കൊണ്ടോ